കുഴപ്പമില്ല ഞങ്ങളുണ്ട്. നമ്മള് വൈഫിന്റെ ബർത്ത്ഡേ വീട്ടിൽ കയറിയിട്ട് അത് ബാക്കി പറഞ്ഞോളൂ. അവിടെ Yes, the bad boys. Going to bang. Bad girl. Then you put. ഫസ്റ്റ് ബോൾ ചെയ്തല്ലേ? ഇതിന്റെ ആവശ്യമില്ല. ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 6 ജില്ലകളാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മുടെ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഇങ്ങ് എടുക്കുവാണ്. സൂപ്പർ ലീഗിൽ ഞങ്ങൾ അങ്ങനെയാണ് തൃശ്ശൂരിനെ ഇങ്ങോട്ട് എടുത്തത്. ഇനി ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സക്സസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബെസ്റ്റ് കോച്ചുണ്ട്, ടീം മാനേജറുണ്ട്, കൂടെ സഹപ്രവർത്തകരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഞാൻ പോലും ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം ഒരു ടീം, നിങ്ങൾക്കറിയാം, ഒരു ടീം ഇത് 2 മാസക്കാലമാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം. അപ്പോൾ ഒരു ടീം ഒന്ന് ഫോം ചെയ്ത് കളിക്കാനായിട്ട് റെഡിയാണെങ്കിൽ തന്നെ കുറേ നാളുകളിലെ പ്രാക്ടീസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പം ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ തൃശ്ശൂർ മാജിക് FC കടന്നു പോയിക്കൊണ്ടിട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ടീമുകളും അനൗൺസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ സുഹൃത്തുകൂടിയായ പൃഥ്വിരാജിൻ്റെ ടീമിൻ്റെ ലോഞ്ചായിരുന്നു എറണാകുളത്ത് വെച്ച്. ഇന്നിപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർ മാജിക് FCയുടെ ലോഞ്ചാണ്. അപ്പോൾ ഇനി വർത്തമാനത്തിൽ കാര്യമില്ല, ഫുട്ബോൾ കളിച്ച് ജയിച്ചു വരുന്നതിലാണ് കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് വരെ ഞാനാണ് ഈ ടീമിൻ്റെ ഓണർ, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇന്നു മുതൽ ഈ ടീമിൻ്റെ ഓണറായിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ സ്വന്തം നിവിൻ പോളിയും കൂടെ ഈ ടീമിൻ്റെ ഓണറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നിവിൻ, തൃശ്ശൂർ മാജിക് FCയുടെ ഓണർഷിപ്പ് നിവിനൂടെ ഉള്ളതാണ് ഇന്നു മുതൽ. അതുമാത്രമല്ല, തൃശ്ശൂർ മാജിക് FCയുടെ ബ്രാൻഡ് അംബാസഡറോടെയാണ് നിവിൻ പോളി എന്നുള്ള വിവരവും കൂടെ ഈ നിമിഷം അറിയിക്കുകയാണ്. നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഇവിടെ ലോഞ്ച് ചെയ്യണമെന്ന് സുരേഷ് ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ്, അപ്പോൾ സുരേഷ് ഏട്ടൻ 1-2 ദിവസങ്ങൾ തന്ന ആ ദിവസത്തൊക്കെ ഞങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഡേറ്റ് മാറ്റിക്കൊണ്ടിട്ടിരുന്നപ്പോൾ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് വന്ന സുരേഷ് ഏട്ടന് ഞങ്ങളുടെ തൃശ്ശൂർ മാജിക് FCയുടെ പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ളതുകൊണ്ടിട്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. With immense pleasure, I would like to call upon the Honorable Union Minister. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ഒരു യൂണിയൻ മിനിസ്റ്ററെ ഏട്ടാന്ന് വിളിക്കാനുള്ള ഒരു സൗകര്യം ഇന്ത്യയിലെ ലോകത്ത് ഒരൊറ്റ നടനേ ഉള്ളൂ. ആ നടന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂരിന്റെ മണ്ണിലേക്ക്, തൃശ്ശൂർ മാജിക് FCക്ക് വേണ്ടി one and only സുരേഷ് ഗോപി.
സുരേഷ് ചേട്ടനിൽ നിന്ന് കേൾക്കാൻ. നമസ്കാരം. ഗുഡ് ഈവനിങ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടുമുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. ഇനി നന്ദി ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൃശ്ശൂരിന് MP-യുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലേ, ഫുട്ബോൾ മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു. സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിൻ്റെ കൂടെ ഉണ്ടാവും. അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ. ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിന്, കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം. മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷേ തൃശ്ശൂരിന് അത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ, നമ്മൾ വിനോദത്തിൻ്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരും. ലെറ്റ് തൃശ്ശൂർ മേക്ക് ഇറ്റ് ടു ദി ലെവൽ ബെസ്റ്റ്. താങ്ക് യു. ഈ ടീമിന്റെ കൂടെ തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ നിവിൻ പോളിയാണ്. A round of applause for this great artist, the extremely talented Nivin Pauly to Thrissur Magic FC right now. തൃശ്ശൂരിന്റെ ഒരു ഉഷിരൻ കൈയടി നമ്മുടെ നിവിന്. നിവിൻ, പുതിയ റോളാണ്. എനിക്ക് പണ്ട് നിവിൻ CCL ക്രിക്കറ്റ് കളിച്ചറിയാം. ഇതിപ്പം ഫുട്ബോളിലേക്കാണ്, ടീം ഓണറാണ്. ഇതിപ്പം ലിസ്റ്റിന്റെ ടീമിന്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച്? പണ്ട് IPL-ലൊക്കെയാണ് നമ്മൾ നോർമലി ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡിൽ സ്പോർട്സിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഫുട്ബോൾ ബേസ് ചെയ്ത് സിനിമകൾ ചെയ്യണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താണ് പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ്, ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത്. ഞാൻ പറഞ്ഞ ഓൾറെഡി എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷനെ ഒരു എന്താണ് പറയുക, നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അതൊരു വൻ വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടനോട് ഒരു വേദി പങ്കിടുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടനോട് പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തൃശ്ശൂർ മാജിക് FCക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ. എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിവിൻ, നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഉടനെ ചാൻസ് ഉണ്ടാവും. സുരേഷ് ചേട്ടൻ ഇപ്പൊ തന്നെ സിനിമയ്ക്ക് കിട്ടാൻ പാടും. ലിസ്റ്റിൽ ചോദിക്കാൻ പറഞ്ഞു. ഇവർ ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ്? അതെ, ആദ്യം കഥയാണ് ആവശ്യം, അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യം. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഈ ടീമിന്റെ
ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. സോ വി ആർ ഹാവിംഗ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി. Researches, findings, navigations and findings, and then attempt, which got foil. 13. But ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇതൊരു ഇന്റർനാഷണൽ സ്റ്റിഗ്മാറ്റിക് നമ്പർ ആണെങ്കിൽ, if there is a stigma added to number 13, this team is not American. This team is Indian, and we are going to shy away the stigma that is attached to the number 13, and 13 is going to be working towards glorious magic, Thrissur magic. Jersey number 13 from Kerala, Thrissur. Guess who we need? Seek എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ആദ്യം എൻ്റെ വീട്ടിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിൻ എൻ്റെ കൂടെ കളിച്ചതാണ് കേട്ടോ. ബൈ ദ വേ, ജസ്റ്റിനും സുശാന്ത് കണ്ണും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവർ ഈ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഞാൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. പിന്നെ ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത്. ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ കൊല്ലമായില്ലേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നല്ല ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്കറിയാം. അതിന് പറ്റുന്ന രീതിയിൽ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫുട്ബോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 10-25ഓളം പ്ലെയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി മേലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും. ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ കപ്പടിക്കും എന്നുള്ള
അവകാശവാദങ്ങളൊന്നുമില്ല. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചീത്ത പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കപ്പടിക്കുന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്യൂലേ, അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിരിക്കും. സീസൺ കഴിയുമ്പോൾ, അതായത് 2 മാസത്തേക്കുള്ള സീസണാണ്, സീസൺ കഴിയുമ്പോൾ തൃശ്ശൂരിന് അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്ക് മാത്രമേ എനിക്ക് ഇപ്പൊ തരാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആലോചിച്ചെന്തായാലും അഭിമാനിക്കുന്ന ഒരു സമയമുണ്ടാവും 2 മാസത്തിന് ശേഷം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 9-ാം തീയതിയാണ് ആദ്യത്തെ മാച്ച്. അത് എൻ്റെ നാട് കണ്ണൂരിനെതിരെയാണ്. ഞാനത് ചെരിശിയാണ് ആദ്യത്തെ മാച്ച് എൻ്റെ നാട് കണ്ണൂരിനെതിരെ ആയത്. നമുക്കപ്പോൾ 9-ാം തീയതി നിങ്ങളെല്ലാവരും മഞ്ചേരി സ്റ്റേഡിയത്തിലാണ്. അങ്ങോട്ടേക്ക് നമ്മളെ കളി കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരിക, നമ്മളെ കൂടെ നിൽക്കുക. സീസണിൻ്റെ അവസാനം നമുക്ക് അഭിമാനിക്കാൻ കേരള സൂപ്പർ ലീഗിൻ്റെ ട്രോഫി നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവിധ എന്താ പറയുക നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വൈഭവ് ഗിരീഷ്. ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ. ജസ്റ്റ് ഹാവ് എ ലുക്ക്. വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിലേക്ക് വരാനും നിങ്ങളെ എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ തൃശ്ശൂർ മാജിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബി എ വിന്നർ. ഹോപ്പ് ടു സീ യു വിത്ത് ദ കപ്പ് ആൻഡ് പ്ലീസ് വിഷസ് ബാഡ് ബോയ്സ് ആൻഡ് വൺ ബാഡ് ഗേൾ ദെയർ. ഓൾ ദി ബെസ്റ്റ്. പ്ലീസ് വാച്ച് ദ മൂവി. താങ്ക് യു സോ മച്ച്. ഷിലു and the team. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ തൃശ്ശൂർ മാജിക് FC-ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും. നിങ്ങൾ പഠന ഓണത്തിന് ഇറങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ ടീസറും പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ MP സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് റിലീസ് ചെയ്ത് നിങ്ങളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു നിവിൻ പോളി ആൻഡ് താങ്ക് യു ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ്. താങ്ക് യു ഓൾ. എനിക്ക് തൃശ്ശൂർ FC-യുടെ ജേഴ്സിയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം സുരേഷ് ചേട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കളറ് തൃശ്ശൂർ FC-യുടെ ജേഴ്സി. അപ്പൊ എന്തായാലും അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് പുതിയ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുകയാണ്. തൃശ്ശൂർ FC-യിൽ ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ബാഡ് ബോയ്സിന്റെ ടീസർ റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ക്രൗഡ് തിയേറ്ററിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. വിജയൻ സാർ. നമസ്കാരം. മാജിക് തൃശ്ശൂർ അല്ല, സ്റ്റീഫൻ എന്നൊരു അവരുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. ഒരു അനിയൻ അവിടെ നിൽക്കണു. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടോ മഹേന്ദ്രയിൽ. അതേപോലെ തന്നെ ചെന്നൈ വിൻ ചെയ്തപ്പോൾ ISL കളിക്കുന്നുണ്ടായിരുന്നാണ്. അപ്പോൾ നമ്മളെ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്നവരാണ്. തൃശ്ശൂർക്കാരെന്നല്ല, മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ അത്ര സ്നേഹിക്കുന്നവരാണ്. ഇവിടെ മാജിക് തൃശ്ശൂരിനെ നല്ല സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. തൃശ്ശൂർ മാജിക് തൃശ്ശൂർ മാജിക്. അപ്പോൾ എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. സുന്ദർ എന്തായാലും നല്ല പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. നല്ലൊരു കളി കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബ്രദർ. A round of applause for the Union Minister and Superstar Suresh Gopi for being such a sport. ഇത്രയും നേരം ഈ തൃശ്ശൂർ മാജിക് FC-യുടെ കൂടെ ലൈവായിട്ട് നിന്ന അദ്ദേഹത്തിന് ഒരു സല്യൂട്ട്, ഒരു ഗംഭീര കൈയടി തൃശ്ശൂരിന്റെ. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാനിവിടെ ശരിക്കും തൃശ്ശൂരുകാരനാണ്. ഇവിടെ തൃശ്ശൂർ FC-യുടെ ഈ
തൃശ്ശൂർ മാജിക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ഈ 9-ാം തീയതി നിങ്ങളുടെ കളികൾ തുടങ്ങുവാണ്. നമ്മുടെ പടം 13-ാം തീയതി റിലീസാണ്. നിങ്ങൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യണം, നമ്മൾ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഹായ് മലയാള എനിക്കിവിടെ ഫാൻസ് ഉണ്ടോ? മണിച്ചേട്ടനാണ് ആരാടാ? ഒരുപാട് സന്തോഷം. നമ്മുടെ മലയാള സിനിമയിൽ നല്ല നല്ല വെറൈറ്റി സിനിമകൾ എടുത്ത് മാജിക് കാണിച്ചിട്ടുള്ള മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ അവരുടെ തൃശ്ശൂരിൽ സ്പോർട്സിൽ മാജിക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തൃശ്ശൂർ ഇദ്ദേഹം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഓണത്തിന് വരികയാണ്. നിങ്ങളെല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. എനിക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ വരുന്ന ഓണത്തിന് ബാഡ് ബോയ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതുവരെ തന്ന സ്നേഹവും പ്രോത്സാഹനമൊക്കെ വീണ്ടും തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓണത്തിനെത്തുന്നു. ഓണത്തല്ല് കാണാൻ, ഓണച്ചമയം കാണാൻ, ഓണപ്പൂക്കളം ഒരുക്കാൻ, ഒരു ചിരിയുള്ള, ആക്ഷനുള്ള, ഡാൻസുള്ള, പാട്ടുള്ള പക്ക എൻ്റർടൈനറായിട്ടാണ് ബാഡ് ബോയ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ വരണം. ഓക്കെ, ഹാപ്പി ഓണം.